ഈ ആരോഗ്യ രംഗത്തിനൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ നേട്ടത്തിൻ്റെ ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ നേടിയെടുത്ത വലിയ മികവുകൾ. എന്തായാലും ഈ 4 വർഷത്തിനിടെ കൂടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അടിസ്ഥാന വികസന കാര്യത്തിലും അക്കാദമിക് രംഗത്തും ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി വിദ്യാർത്ഥികൾ പഠന രംഗത്ത് കൂടുതൽ മികവ് കാട്ടിയെന്നത് ഈ കേരള പ്രവേദനത്തിൽ നമുക്ക് ആഘോഷിക്കാൻ മറ്റൊരു വക നൽകും. സർക്കാർ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ സവിശേഷമായ ഒരു ജനകീയ മേഖലയാക്കി മാറ്റാം എന്ന മാതൃക കേരളത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ലോകത്തിനു മുന്നിൽ കേരളം അവതരിപ്പിച്ചൊരു മാതൃക തന്നെയാണ്. മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന വികസന നേട്ടമാണ് ഈ പ്രഖ്യാപിച്ചത്. ഹൈടെക് സ്കൂൾ ലാബ് പദ്ധതികളുടെ പൂർത്തീകരണത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ IT പ്രൊജക്ട് കൂടിയാണ് യാഥാർത്ഥ്യമായത്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി. 16,027 സ്കൂളുകളിലായി 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്കായി വിതരണം ചെയ്തത്. കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളായി മാറിക്കഴിഞ്ഞു. അക്കാദമിക് മികവാണ് വിദ്യാലയത്തിൻ്റെ മികവ് എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കുവാനുള്ള ഓരോ ചുവടുവയ്പ്പുകളാണ്. ഇത് കേരളത്തിൻ്റെ അഭിമാനകരമായ നേട്ടമാണ്. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും സമാനതകളില്ലാത്ത മാതൃകയാണ് കേരളം കാഴ്ചവെച്ചത്. 141 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതവും 395 സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതവും 446 സ്കൂളുകൾക്ക് 1 കോടി വീതവും നൽകി. 59 വിദ്യാലയങ്ങൾക്ക് നബാർഡ് സ്കീമിൽ 150 കോടിയും ലഭ്യമാക്കി. മിക്ക പദ്ധതികളും പൂർത്തിയായി. ഭരണനിർവഹണ രംഗത്തും സമഗ്രമായ മാറ്റമാണ് വരുത്തിയത്. DPI, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് രൂപീകരിച്ചു. അക്കാദമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കി. അക്കാദമിക് മാസ്റ്റർ പ്ലാനിലൂടെയാണ് ഇവ യാഥാർത്ഥ്യമാക്കിയത്. ഭാഷ, ശാസ്ത്രം, ഗണിതം തുടങ്ങിയവയ്ക്ക് വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി സൃഷ്ടികൾ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചു. 8ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി യൂണിഫോം നൽകി. പാഠപുസ്തക വിതരണം സമയബന്ധിതമാക്കി. അക്കാദമിക് രംഗത്തെ മുന്നേറ്റത്തിന് അംഗീകാരമായി നീതി ആയോഗ് നടത്തിയ ഗുണനിലവാര പഠനത്തിൽ കേരളം ഒന്നാമതെത്തി. പൊതുവിദ്യാലയങ്ങളിൽ അധികമായി എത്തിയ 5,05,000 കുട്ടികളാണ് സർക്കാരിൻ്റെ വികസന നേട്ടത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.